ഇന്ന് സോനം വാങ്ചുക്കും പാറ്റ പാർട്ടിയും മുന്നോട്ട് വയ്ക്കുന്ന പല വാദങ്ങളും അതുപോലെ കേന്ദ്ര സർക്കാരോ ഏതെങ്കിലും ഭരണകൂടമോ അംഗീകരിക്കുകയാണെങ്കിൽ ഈ രാജ്യത്ത് നാളെ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക, ഇതൊരു കേവല സമരമോ പ്രതിഷേധമോ മാത്രമല്ല, ഒരു ജനാധിപത്യ രാജ്യത്തിന് നട്ടലൊടിക്കാനും തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങളെ വിരട്ടി നിർത്തി തങ്ങളുടെ വ്യക്തിപരമായോ രാഷ്ട്രീയപരമായോ ഉള്ള അജണ്ടകൾ അടിച്ചേൽപ്പിക്കാനും നടക്കുന്ന ഒരു വൻ അനാർക്കിസ്റ്റ് കളിയുടെ ഭാഗമാണിത്. അതായത് അടുത്ത കാലത്തായി സോനം വാങ്ചുക് നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങളും ലഡാക്ക് സമരത്തിന്റെ പേരിൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങളും ഒക്കെ ഒന്ന് പരിശോധിച്ചാൽ അതിനൊക്കെ പിന്നിൽ വളരെ ആസൂത്രിതമായ രാഷ്ട്രീയ നാടകങ്ങൾ നടക്കുന്നുണ്ടെന്ന് ആർക്കും മനസ്സിലാകും. ലഡാക്കിന് 6ാം ഷെഡ്യൂൾ പദവി വേണം, കേന്ദ്രഭരണ പ്രദേശമായി ലഡാക്കിന് പൂർണ്ണ സംസ്ഥാന പദവി വേണം, പ്രാദേശികമായി രാഷ്ട്രീയ അധികാരം വേണം എന്നൊക്കെ പറഞ്ഞാണ് വാങ്ചുക്കും അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള സംഘടനകളും ഉപവാസ സമരങ്ങളിലേക്ക് തിരിഞ്ഞത്. ഒറ്റ നോട്ടത്തിൽ ഇത് ലഡാക്കിലെ സാധാരണക്കാരുടെ അവകാശ പോരാട്ടമായിട്ടൊക്കെ തോന്നാം. എന്നാൽ ഭൗമരാഷ്ട്രീയപരമായി അതിതീവ്ര പ്രാധാന്യമുള്ള ചൈനയും പാകിസ്ഥാനും അതിർത്തി പങ്കിടുന്ന ലഡാക്ക് പോലെയൊരു തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലയിൽ ഇത്തരമൊരു വൻകിട പ്രക്ഷോഭം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ശരി, നമ്മൾ അടുത്തിടെ നമ്മുടെ അയൽ രാജ്യങ്ങളിൽ കണ്ട കാഴ്ചകളൊന്ന് ഓർത്തു നോക്കാം. ബംഗ്ലാദേശിൽ എന്താണ് സംഭവിച്ചത്? നേപ്പാളിൽ എന്താണ് സംഭവിച്ചത്? വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന പേരിൽ തുടങ്ങി ഒടുവിൽ രാജ്യത്തെ ഭരണം തന്നെ അട്ടിമറിച്ച് അരാജകത്വം സൃഷ്ടിക്കുക. അതിനു പിന്നിൽ പ്രവർത്തിച്ചത് വിദേശ ശക്തികളും ആ രാജ്യങ്ങളെ തളർത്താൻ ആഗ്രഹിച്ച ഗൂഢശക്തികളുമായിരുന്നു. ബംഗ്ലാദേശിലെ കലാപങ്ങൾക്ക് പിന്നിൽ അമേരിക്കൻ അല്ലെങ്കിൽ വിദേശ ഏജൻസികളുടെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു എന്ന് അവിടെയുള്ള മുതിർന്ന നേതാക്കൾ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയിലും സമാനമായ ഒരു പ്രോക്സി വാറാണ് നടക്കുന്നത്. ഇന്ത്യ നേരിട്ടുള്ളൊരു യുദ്ധത്തിൽ പാകിസ്ഥാനോടോ ചൈനയോടോ തോൽക്കില്ല എന്ന് ലോകത്തിനിപ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്ത്യയെ തളർത്താൻ ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണ്? രാജ്യത്തിനകത്ത് ആഭ്യന്തര സംഘർഷങ്ങൾ ഉണ്ടാക്കുക. സോനം വാങ്ചുക്കിന്റെ ലഡാക്ക് സമരം നോക്കൂ, അല്ലെങ്കിൽ CJP പോലെയുള്ള അനാർക്കിസ്റ്റ് മൂവ്മെന്റുകൾ നടത്തുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളൊന്ന് നോക്കൂ. ഇവർ ആഗ്രഹിക്കുന്നത് ഭരണപരമായ മാറ്റങ്ങളല്ല, മറിച്ച് ഇന്ത്യയിൽ ഒരു ആഭ്യന്തര അടിയന്തരാവസ്ഥ പോലെയുള്ള അന്തരീക്ഷം സൃഷ്ടിക്കലാണ്. ഉദാഹരണത്തിന് നീറ്റ് അല്ലെങ്കിൽ UGC നെറ്റ് എക്സാം ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കൊരു ആശങ്കയുണ്ടായി. അത് തികച്ചും ന്യായമായിട്ടുള്ള ആശങ്കയാണ്. എന്നാൽ അതിനുള്ള പരിഹാരം എന്താണ്? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയാണോ ശാശ്വതമായിട്ടുള്ള പരിഹാരം? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു എന്ന് കരുതുക, നാളെ വേറൊരു മന്ത്രിയാകും. എക്സാം സിസ്റ്റത്തിലെ പോരായ്മകൾ പരിഹരിക്കാതെ വ്യക്തികളെ മാറ്റിയത് കൊണ്ട് ചോദ്യപേപ്പർ ലീക്ക് തടയാൻ സാധിക്കുമോ? ഇല്ല. എന്നാൽ ഈ സമരക്കാരുടെ ഡിമാൻഡ് എന്താണ്? മന്ത്രി രാജിവെക്കണം, പ്രധാനമന്ത്രി മറുപടി പറയണം, ഗവൺമെന്റ് മാപ്പ് ചെയ്യണം. അതായത് സിസ്റ്റം നന്നാക്കുക എന്നതല്ല ഇവരുടെ ലക്ഷ്യം, മറിച്ച് ഒരു മന്ത്രിയെ കൊണ്ട് രാജിവെപ്പിച്ച് ഗവൺമെന്റ് ദൗർബല്യം കാണിച്ച് ഇന്ന് വരുത്തി തീർക്കുക. ഇന്ന് വിദ്യാർത്ഥികളുടെ ഭീഷണിയോ സമ്മർദ്ദമോ കാരണം ഒരു മന്ത്രി രാജിവെച്ചാൽ നാളെ വേറെ ഒരു സംഘം ആളുകൾ വന്ന് മറ്റൊരു മന്ത്രിയുടെ രാജി ആവശ്യപ്പെടും. അതിനുശേഷമുള്ള ദിവസം വേറൊരു സർക്കാരിന്റെ നയം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു വരും. അപ്പോൾ ഒരു രാജ്യത്തിന് എങ്ങനെയാണ് വ്യക്തമായൊരു നയവുമായി മുന്നോട്ട് പോകാൻ സാധിക്കുക? ഇവിടെ നമ്മൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളോ തെരുവ് നാടകങ്ങളോ നടക്കുമ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്താ പ്രാധാന്യം എത്രത്തോളമാണ്? BBC, റോയിട്ടേഴ്സ്, ന്യൂയോർക്ക് ടൈംസ് തുടങ്ങി വിദേശ മാധ്യമങ്ങൾ മിനിറ്റിന് മിനിറ്റാണ് ഇന്ത്യയിലെ പ്രക്ഷോഭങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇന്ത്യയിലെ ജനാധിപത്യം അപകടത്തിൽ, വിദ്യാർത്ഥികൾ തെരുവിൽ, മോദി ഭരണകൂടം തകരുന്നു എന്ന മട്ടിലുള്ള കട്ടിംഗ് തലക്കെട്ടുകളാണ് അവർ നൽകുന്നത്. എന്നാൽ ഇതേ ഇന്ത്യ സാങ്കേതിക വിദ്യയിൽ കൈവരിക്കുന്ന നേട്ടങ്ങൾ ഇവർ വാർത്തയാക്കാറുണ്ടോ? ഇന്ത്യ സ്വന്തമായി ഹൈഡ്രജൻ ട്രെയിനുകൾ ഓടിക്കുമ്പോൾ, ബഹിരാകാശത്ത് ഗഗൻയാൻ ദൗത്യങ്ങൾ വിജയകരമായി നടത്തുമ്പോൾ, ലോകത്തെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ കുതിച്ചുയരുമ്പോൾ ഈ മാധ്യമങ്ങളൊക്കെ എവിടെ പോവുകയാണ്? ഇന്ത്യയുടെ ഒരു നേട്ടവും ലോകത്തിന് മുന്നിൽ കാണിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. അത്തരത്തിൽ അങ്ങനെ ആഗ്രഹിക്കാത്ത ഒരു വിദേശ മാധ്യമങ്ങൾ ഇന്ത്യയിൽ ഒരു ചെറിയ പ്രക്ഷോഭം ഉണ്ടാകുമ്പോഴേക്ക് അത് വലിയ സംഭവമാക്കി ചിത്രീകരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? കാരണം വളരെ ലളിതമാണ്. ഇന്ത്യ അതിവേഗം വളരുകയാണ്. ചൈനയെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ ഇന്ത്യ ആഗോള ഉൽപാദന കേന്ദ്രമായി മാറുകയാണ്. വിദേശ നിക്ഷേപകർ ഇന്ത്യയിലേക്ക് ഒഴുകി എത്തുകയാണ്. ഇന്ത്യയിൽ സ്ഥിരതയുള്ളൊരു ഗവൺമെന്റും ക്രമസമാധാനവും ഉണ്ടെങ്കിൽ നിക്ഷേപകർ ഇവിടേക്ക് വരുമല്ലോ. എന്നാൽ രാജ്യത്തിനകത്ത് കലാപങ്ങളും സമരങ്ങളും സ്ഥിരമായി കഴിഞ്ഞാൽ വിദേശ നിക്ഷേപകർ ഭയപ്പെടും. അവർ ഇന്ത്യ ഉപേക്ഷിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് പോകും. ബ്രിട്ടീഷുകാർ പണ്ട് ഇന്ത്യയെ ഭരിച്ചത് എങ്ങനെയാണോ അതേ തന്ത്രമാണ് ഇന്നും വിദേശ ഏജൻസികൾ പ്രയോഗിക്കുന്നത്. ഭിന്നിപ്പിച്ച് ഭരിക്കുക, അഥവാ ഡിവൈഡ് ആൻഡ് റൂൾ.
ഇന്ത്യക്കാരെ തമ്മിലടുപ്പിക്കുക, ഗവൺമെന്റിന് മേലുള്ള ജനങ്ങളുടെ വിശ്വാസം തകർക്കുക, രാജ്യത്തിന്റെ ആഭ്യന്തര സമാധാനം നശിപ്പിക്കുക. ഇതിനുവേണ്ടി അവർക്ക് ഇന്ത്യക്കുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന സോനം വാങ്ചുക്കിനെ പോലെയുള്ള ബിംബങ്ങളെയും CJP പോലെയുള്ള അനാർക്കിസ്റ്റ് ഗ്രൂപ്പുകളെയും ആവശ്യമുണ്ട്. CJP പിന്നെ അതിനു വേണ്ടി കെട്ടിപ്പടുത്ത ഒരു ഗ്രൂപ്പാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. എക്സാം പേപ്പർ ചോർച്ചയാകട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും നയരൂപീകരണത്തിലെ വീഴ്ചകളാകട്ടെ, അതിനൊക്കെ പരിഹാരം കാണേണ്ടത് ശാശ്വതമായ സിസ്റ്റമിക് പരിഷ്കാരങ്ങളിലൂടെയാണ്. ഉദാഹരണത്തിന്, ഒരു പരീക്ഷയിൽ ക്രമക്കേട് നടന്നാൽ അത് എങ്ങനെ ചോർന്നു എന്ന് അന്വേഷിച്ച് കുറ്റക്കാരെ ജയിലിൽ അടയ്ക്കുക. അതിനുള്ള മാർഗം മോദി സർക്കാർ ചെയ്തു. പിന്നെ ഭാവിയിൽ ചോദ്യപേപ്പർ ചോരാതിരിക്കാൻ ഡിജിറ്റൽ സെക്യൂരിറ്റി സിസ്റ്റവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ നടപ്പിലാക്കുക. പിന്നെ പരീക്ഷ ഏജൻസികളുടെ സുതാര്യത വർദ്ധിപ്പിക്കുക. ഇതൊക്കെയാണ് ഭരണപരമായിട്ടുള്ള പരിഹാരം. എന്നാൽ സമരക്കാരുടെയും പ്രതിപക്ഷ പാർട്ടികളുടെയും ലക്ഷ്യം ഇതൊന്നുമല്ല. അവർക്ക് പ്രശ്നം പരിഹരിക്കപ്പെടാൻ പാടില്ല. കാരണം പ്രശ്നം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് സമരം ചെയ്യാൻ വിഷയമില്ലാതെയാകും. വിദ്യാർത്ഥികളുടെയും കർഷകരുടെയും ലഡാക്കിലെ സാധാരണക്കാരുടെയും ആശങ്കകൾ വിറ്റ് രാഷ്ട്രീയ ലാഭം കൊയ്യുകയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി. ചൈന എങ്ങനെയാണ് ലോകശക്തി ആയത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇന്ത്യയും ചൈനയും ഒരേ കാലഘട്ടത്തിലാണ് വളർച്ച തുടങ്ങിയത്. പക്ഷെ ചൈന ഇപ്പോൾ നമ്മളെക്കാൾ എത്രയോ ദൂരം മുന്നിലെത്തി. കാരണം അവിടെ ഒരു ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്താൽ, അല്ലെങ്കിൽ ഒരു വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചാൽ അതിനെ തടസ്സപ്പെടുത്താൻ അവിടെ വ്യാജ ഉപവാസ സമരങ്ങളോ തെരുവ് കലാപങ്ങളോ ഉണ്ടാകുന്നില്ല. എന്നാൽ ഇന്ത്യയിൽ ഒരു റോഡ് പണിയാൻ നോക്കിയാൽ സമരം, ഫാക്ടറി വരാൻ നോക്കിയാൽ സമരം, എക്സാം നടത്തിയാൽ സമരം, അതിർത്തിയിൽ പ്രതിരോധ മതിൽ കെട്ടിയാൽ സമരം, വികസനത്തെയും ക്രമസമാധാനത്തെയും എതിർക്കുന്ന ഈ മാനസികാവസ്ഥ നമ്മളെ പിന്നോട്ടടിക്കുകയുള്ളൂ. ആ ഒരു റിയാലിറ്റിയെ നമ്മൾ തീർച്ചയായും ആക്സെപ്റ്റ് ചെയ്തേ മതിയാകൂ. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ഭാവി ഉണ്ടാവുകയുള്ളൂ. ഇത്തരത്തിലുള്ള തടസ്സങ്ങളെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്ക് ഈ കാണുന്ന റീൽസും ഈ കാണുന്ന ലോകവും ഒന്നുമല്ല യാഥാർത്ഥ്യം. അതായത് സോഷ്യൽ മീഡിയ അല്ല യാഥാർത്ഥ്യം എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി കൊടുക്കുക. അതോടൊപ്പം കണ്ണു തുറന്ന് ചുറ്റും കാണാൻ ശ്രമിക്കുക. അല്ലാതെ നമ്മൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ കാണുന്നത് മാത്രമല്ല സത്യം. അതിനും അപ്പുറം എത്രയോ യാഥാർത്ഥ്യങ്ങളുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.